മിന്നും ജയം, അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയം സമാനതകൾ ഇല്ലാത്തതാണ്. BJPയുടെ പണക്കൊഴുപ്പിനെയും CPMന്റെ അധികാര ദുർവിനിയോഗത്തെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ചരിത്രം കുറിച്ച വിജയം കോൺഗ്രസ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഒരിക്കലും ഇത്ര വലിയ ഒരു വിജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയിട്ടില്ല. എന്നാൽ കോൺഗ്രസ് നേടിയ ഈ വൻ വിജയം കോൺഗ്രസിനെ ജനങ്ങൾ തിരസ്കരിച്ചതാണെന്ന് നരേന്ദ്രമോദി. വിവേകമില്ലെങ്കിലും ഇത്രയും വലിയ ഒരു തമാശ പറയുന്ന പ്രധാനമന്ത്രിയെ ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മന്ദഭക്തർ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും UDFന്റെയും ശക്തമായ തിരിച്ചുവരവ് നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. എന്നെ കാണുന്ന നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPMും LDFുമാണ് വലിയ വിജയം കരസ്ഥമാക്കാറുള്ളത്. പതിറ്റാണ്ടുകളായി അങ്ങനെയായിരുന്നു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ പതിവ് രീതികളെല്ലാം തെറ്റിക്കുന്ന വൻ വിജയമാണ് UDF കരസ്ഥമാക്കിയത്. സംസ്ഥാനം ഭരിക്കുന്നത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ഏതാണ്ട് എല്ലാ പ്രാവശ്യവും തന്നെ LDFനായിരുന്നു ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ വലിയ മുൻതൂക്കം ലഭിച്ചിരുന്നത്. മൊത്തമുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിൽ UDF 507 ഗ്രാമപഞ്ചായത്തുകളിലും LDF 338 ഗ്രാമപഞ്ചായത്തുകളിലും BJP 26 എണ്ണത്തിലും മറ്റുള്ളവർ 6 ഗ്രാമപഞ്ചായത്തുകളിലുമാണ് വിജയിച്ചത്. പകുതിയിലധികം ഗ്രാമപഞ്ചായത്തുകളിലും വിജയിച്ചത് UDF ആണ്. 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളതിൽ UDF 80 ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF 65 ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജയിച്ചപ്പോൾ BJP വെറും 0 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിലും പകുതിയിൽ അധികം വിജയിച്ചത് UDF ആണ്. ഒറ്റ ബ്ലോക്ക് പഞ്ചായത്തിൽ പോലും BJPക്ക് വിജയിക്കാനായില്ല. 87 മുനിസിപ്പാലിറ്റികൾ ഉള്ളതിൽ 56 എണ്ണത്തിൽ UDFും 29 എണ്ണത്തിൽ LDFും വെറും 2 എണ്ണത്തിൽ മാത്രം BJPയുമാണ് വിജയിച്ചത്. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ 3/2 മുനിസിപ്പാലിറ്റികളിലും UDF ആണ് വിജയിച്ചത്. UDF 3/2 മുനിസിപ്പാലിറ്റികളിൽ വിജയിച്ചപ്പോൾ BJP 3/2 അല്ല വെറും 2 മുനിസിപ്പാലിറ്റികളിലാണ് വിജയിച്ചത്. 6 കോർപ്പറേഷനുകളിൽ 4 എണ്ണത്തിലും UDF വൻ വിജയം കരസ്ഥമാക്കിയപ്പോൾ ഒരിടത്ത് LDFും ഒരിടത്ത് തിരുവനന്തപുരത്ത് BJPയുമാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 6ൽ 5ലും വിജയിച്ചത് LDF ആയിരുന്നു. അതിൽ നിന്നാണ് വെറും ഒരു കോർപ്പറേഷൻ എന്ന നിലയിലേക്ക് LDF കൂപ്പുകുത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ വെറും 10 സീറ്റുകൾ ഉണ്ടായിരുന്ന UDF സീറ്റുകളുടെ എണ്ണം ഏകദേശം ഇരട്ടിയാക്കി 19ലേക്ക് കുതിച്ചു. 51 സീറ്റുകൾ ഉണ്ടായിരുന്ന LDF 29ലേക്ക് നിലം പതിച്ചു. BJPയുടെ സീറ്റുകൾ 34ൽ നിന്നും 50ലേക്ക് വളർന്നു. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 എണ്ണത്തിൽ UDFും 7 എണ്ണത്തിൽ LDFും വിജയിച്ചു. ഇനി ഓരോ സ്ഥാപനങ്ങളിലെയും മൊത്തം സീറ്റുകളിൽ എത്രയെണ്ണമാണ് ഓരോ മുന്നണികളും നേടിയത് എന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്തുകളിൽ 17,337 സീറ്റുകൾ മൊത്തം ഉള്ളതിൽ UDF 7,921 സീറ്റുകളും LDF 6,482 സീറ്റുകളും NDA 1,421 സീറ്റുകളും സ്വതന്ത്രരും മറ്റുള്ളവരും 1,281 സീറ്റുകളുമാണ് നേടിയത്. ഏതാണ്ട് സ്വതന്ത്രർക്കും മറ്റുള്ളവർക്കും ലഭിച്ച അതേ സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മൊത്തം 2,267 സീറ്റുകൾ ഉള്ളതിൽ പകുതിയിലധികം 1,229 സീറ്റുകളാണ് UDF നേടിയത്. LDFന് 911 സീറ്റുകളും NDAക്ക് വെറും 54 സീറ്റുകളും മറ്റുള്ളവർക്ക് 49 സീറ്റുകളുമാണ് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്തുകളിൽ മൊത്തം 346 സീറ്റുകൾ ഉള്ളതിൽ 153 സീറ്റുകളിൽ UDFും 95 സീറ്റുകളിൽ LDFും ഒരിടത്ത് മാത്രം NDAയുമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വിജയിച്ചതായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3240 മുനിസിപ്പാലിറ്റി സീറ്റുകൾ ഉള്ളതിൽ 1458 ഇടത്ത് UDFും 1100 സീറ്റുകളിൽ LDFും 324 സീറ്റുകളിൽ NDAയും 323 സീറ്റുകളിൽ മറ്റുള്ളവരുമാണ് വിജയിച്ചത്. ഇവിടെയും സ്വതന്ത്രർക്കും മറ്റുള്ളവർക്കും കിട്ടിയ അതേ സീറ്റുകൾ തന്നെയാണ് NDAയ്ക്ക് ലഭിച്ചത്. 421 കോർപ്പറേഷൻ വാർഡുകളിൽ 187ൽ UDFും 125ൽ LDFും 93 ഇടത്ത് NDAയും
15 മറ്റുള്ളവരുമാണ് വിജയിച്ചത്. ഇനി കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിലേതുമായി കമ്പയർ ചെയ്യുമ്പോൾ UDFന് ഉണ്ടായ നേട്ടം എത്രയാണ് എന്നുകൂടി കാണുമ്പോൾ എത്ര വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാവും. കോർപ്പറേഷനുകളിൽ 2020 6ൽ 5 ഭരിച്ചിരുന്നത് LDF ആയിരുന്നു. വെറും ഒരെണ്ണം മാത്രമാണ് UDFന് ലഭിച്ചത്. അതാണ് ഇപ്പോൾ 1ൽ നിന്ന് 4ലേക്ക് UDF ഉയർത്തിയത്. 5ൽ നിന്ന് 1ലേക്ക് LDF കൂപ്പുകുത്തുകയും ചെയ്തു. സമാശ്വാസ സമ്മാനം പോലെ തിരുവനന്തപുരത്ത് മാത്രം മൊത്തം 100 സീറ്റുകൾ ഉള്ളതിൽ 50 എണ്ണത്തിൽ NDA വിജയിച്ചു. അതേ മുന്നേറ്റം തന്നെയാണ് ജില്ലാ പഞ്ചായത്തിലും UDFന് ഉണ്ടായിരിക്കുന്നത്. മൊത്തമുള്ള 14 ജില്ലാ പഞ്ചായത്തുകളിൽ 2020 11ലും LDF ആയിരുന്നു വിജയിച്ചത്. UDF ആകട്ടെ വെറും 3 മാത്രമായിരുന്നു അന്ന് വിജയിച്ചത്. അത് ഇരട്ടിയിൽ അധികമാക്കി 7ലേക്ക് UDF കുതിച്ചപ്പോൾ LDFന് 7 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 4 ജില്ലാ പഞ്ചായത്തുകളുടെ നഷ്ടം. 87 മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണ 45 UDFും 35 LDFും 2 BJPയുമായിരുന്നു വിജയിച്ചത്. ഇപ്രാവശ്യം 45 എന്നുള്ളത് UDF 56ലേക്ക് ഉയർത്തി. 35 ഉണ്ടായിരുന്ന LDF 6 മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെട്ട് 29ലേക്ക് ചുരുങ്ങി. NDA 2ൽ തന്നെ തുടർന്നു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2020 108ലും വിജയിച്ച LDF വെറും 65ലേക്ക് ഇപ്രാവശ്യം കൂപ്പുകുത്തി. ഏതാണ്ട് പകുതിയായി എന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം വെറും 44 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രം വിജയിച്ച UDF നില ഏതാണ്ട് ഇരട്ടിയാക്കി 80 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിജയിച്ചു. NDAയുടെ സ്ഥിതിയാണ് പരമദയനീയം. 2020 2 ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നത് 2ഉം കൈവിട്ടുപോയി. ഇപ്രാവശ്യം BJP 941 ഗ്രാമപഞ്ചായത്തുകളിൽ 2020 517 എണ്ണത്തിലും വിജയിച്ച LDF 338ലേക്ക് കൂപ്പുകുത്തി. അന്ന് വെറും 375 ഗ്രാമപഞ്ചായത്തുകളിൽ വിജയിച്ച UDF ആകട്ടെ 507ലേക്ക് കുതിച്ചു കയറി. ഗ്രാമപഞ്ചായത്തുകളിൽ NDAയ്ക്ക് ചെറിയ നേട്ടം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. 2020 വെറും 19 ഗ്രാമപഞ്ചായത്തുകളിൽ വിജയിച്ച NDA ഇപ്രാവശ്യം അത് 26ലേക്ക് ഉയർത്തി. ദേശീയ മാധ്യമങ്ങളോടെല്ലാം BJP പറഞ്ഞത് എന്താണ് എന്ന് അറിയാമോ? അവർ വലിയ വിജയം കേരളത്തിൽ കരസ്ഥമാക്കിയെന്ന് വാർത്ത കൊടുക്കണമെന്ന്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് BJPയെ പിന്തുണയ്ക്കുന്നവർക്ക് തലയ്ക്കകത്ത് ആൾതാമസമോ ഒരു പൈസയുടെ വിവേകമോ ബുദ്ധിയോ ഇല്ലാത്തതിനാൽ അവർ വിശ്വസിക്കും എന്ന് അവർക്കറിയാം. ഇന്ത്യ ടുഡേയുടെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടോ? BJPയുടെ ചിന്തിക്കാനാവാത്ത ഉയർച്ചയാണ് കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന്. ഇങ്ങനെയാണ് എല്ലാ ദേശീയ മാധ്യമങ്ങളോടും വാർത്ത കൊടുക്കാൻ സംഘി സർക്കാർ ആവശ്യപ്പെട്ടത്. 34ൽ നിന്ന് 50ലേക്ക് കോർപ്പറേഷൻ സീറ്റുകളുടെ എണ്ണം തിരുവനന്തപുരത്ത് ഉയർത്തി എന്നുള്ളതൊഴിച്ചാൽ കാര്യമായ നേട്ടം ഒന്നുമില്ല. എന്നിട്ടും അവർ വലിയ വിജയം കരസ്ഥമാക്കിയെന്ന് ദേശീയ മാധ്യമങ്ങളോടെല്ലാം ന്യൂസ് കൊടുക്കാൻ ആവശ്യപ്പെടുക. അതേപോലെ അവർ റിപ്പോർട്ട് ചെയ്യുക. പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി പറഞ്ഞത് എന്താണെന്ന് കാണേണ്ടേ? BJPക്കും NDAയ്ക്കും വോട്ട് ചെയ്ത കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളം UDFനെ കൊണ്ടും LDFനെ കൊണ്ടും മടുത്തു. വികസിത കേരളം ഉണ്ടാക്കാനുള്ള ഒരേ ഒരു ഓപ്ഷൻ NDA ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എങ്ങനെയുണ്ട്? വികസിത കേരളം ഉണ്ടാക്കാൻ വേണ്ടി UDFനെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത് എന്ന്. BJPക്ക് വലിയ വിജയം കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചു എന്ന്. മോദിയെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും ഇങ്ങനെയൊന്ന് സാധിക്കുകയില്ല. ഫേക്കു എന്ന് വിളിക്കുന്നത് 100% ശരിയാണെന്ന് വാ തുറന്നാൽ മോദി തെളിയിച്ചു തരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേരളത്തിലെ ജനങ്ങൾക്ക് UDFന് വലിയ വിജയം സമ്മാനിച്ചതിൽ നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ നന്ദി സന്ദേശമാണ് ഇത്. അളവില്ലാത്ത പണക്കൊഴുപ്പ് കൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിലയ്ക്ക് വാങ്ങാം എന്ന് വ്യാമോഹിച്ച നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കഴിഞ്ഞ 2 പ്രാവശ്യമായി കേരളത്തെ ഭരിച്ചു മുടിച്ച പിണറായി വിജയനും ശക്തമായ മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഹിന്ദി ബെൽറ്റിലെ വളരെയേറെ ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമേ ശരിയായ വിവരവും വിവേകവും ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കാൻ പോകുന്ന വലിയ വിജയത്തിന്റെ മുന്നോടിയാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?